Guys, welcome back to my vlog. I am fine. Hope you all are fine. അപ്പം എൻ്റെ വെക്കേഷൻസ് ഒക്കെ തീർന്നു. ഞാൻ ഇന്ന് തിരിച്ച് സിൽവാസിൽ നിന്ന് കേരളത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് നോക്കാം ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ബോംബെ വരെ ട്രെയിനിൽ പോകും. അവിടെ നിന്നാണ് പിന്നെ ഫ്ലൈറ്റിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അങ്ങനെ വാപ്പി റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതാണ് ഞങ്ങളുടെ വാപ്പി റെയിൽവേ സ്റ്റേഷൻ. ഇവന് ട്രെയിൻ കയറി ബാൻഡ്രയിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വാപ്പി റെയിൽവേ സ്റ്റേഷനാണ്. ഇവനാണ് ട്രെയിൻ കയറിയിട്ട് ഞങ്ങൾ ബാൻഡ്ര ഇറങ്ങണം. അവൻ ഊബർ വിളിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോകാൻ. കാരണം മഴ കാരണം ബൈ റോഡ് പോകാൻ റിസ്ക്കാണ്. അപ്പം പിന്നെ കുറച്ചും കൂടി കംഫർട്ടബിൾ ട്രെയിൻ തന്നെയാണ്. അപ്പം അങ്ങനെ എൻ്റെ വെക്കേഷൻ തീരുന്നു. ഇനി തിരിച്ച് പോകണം കേരളം, കൊച്ചി. വീട്ടിലൊക്കെ മാറി നിൽക്കുമ്പോൾ ഒരു സങ്കടം തന്നെയാണ്. ആ സങ്കടത്തിൽ നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിൻ ഫുൾ കാലിയായിരുന്നു. ആരും ഉണ്ടായില്ല ട്രെയിനിൽ. കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കടന്ന് തന്നെ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ 6 മണിക്കാണ് നമ്മൾ കയറി. അത് 9:30 ആകുമ്പോൾ ബാൻഡ്രയിലെത്തും. ശരിക്കും സിൽവാസിന് ബോംബെക്ക് ഒരു 3-3.5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉള്ളൂ. ബട്ട് മഴയായി കാണും. റോഡൊക്കെ ഭയങ്കര ചീത്തയായി കിടക്കും. ട്രാഫിക് ജാമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നല്ല ഓപ്ഷനാണ് ട്രെയിൻ. കാരണം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മൾ ബാൻഡ്ര സ്റ്റേഷനിൽ എത്തി. നമുക്ക് ഊബർ വിളിച്ച് എയർപോർട്ടിലേക്ക് പോവാം. നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. പലതവണ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും ട്രാവൽ ചെയ്യും. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പം ഒരു പേടിയാണ്, ഒരു എക്സൈറ്റ്മെൻറ്റ്, പേടിയും പിന്നെ വെക്കേഷൻ തീരുന്ന സങ്കടം. അപ്പം എല്ലാം ഇമോഷൻസ് ഒരുമിച്ച് തന്നെ വന്ന് വെബ് ചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ലൈൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ ആ ബോർഡിംഗ് പാസ് കിട്ടാൻ ഭയങ്കര ഈസി ആയിട്ടാണ് തീരുന്നുണ്ടായിരുന്നു. പിന്നെ സെക്യൂരിറ്റി ചെക്കിനും കുഴപ്പമുണ്ടായില്ല, പെട്ടെന്ന് തീർന്നു. അത്ര തിരക്കുണ്ടായില്ല. മഴയൊക്കെയായിരിക്കാം, പക്ഷെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 49B ആണ് എൻ്റെ ഗേറ്റ്. അപ്പം അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. കാരണം 10 മണി ആയിട്ടില്ല, അതൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാനിങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി പോവുകയാണ്. എവിടെ പോയാലും ദോശ വിട്ട് കളിയില്ല. അപ്പോൾ ദോശയും ഈ ബ്യൂട്ടിഫുൾ വ്യൂ എൻജോയ് ചെയ്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗൈസ്. ഹായ് ഗൈസ്, അങ്ങനെ എയർപോർട്ടിൽ എത്തി. രാവിലെ എൻ്റെ മൂഡ് അത്ര നല്ലതല്ലായിരുന്നു. കാരണം ഓബ്വിയസ്ലി എനിക്ക് സങ്കടമുണ്ട് തിരിച്ച് പോകുന്നതിന്. ബട്ട് ഞങ്ങൾ രാവിലെ 7 മണിയുടെ ട്രെയിനായിരുന്നു. വാപ്പിന്ന് ബാൻഡ്ര വരെ എത്തി. അവിടെ ഞങ്ങൾ ഊബർ വിളിച്ച് എയർപോർട്ടിലെത്തി. ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് പോകാറായി. ഇവിടെ ഇനി എത്ര മണിക്കാണ്? 1 മണിക്കാണ് ഫ്ലൈറ്റ്. 3 മണിയാകുമ്പോൾ എത്തുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നോക്കാം. ബോംബെ രാവിലെ തൊട്ട് തന്നെ മഴയായിരുന്നു ഗൈസ്. എനിക്കിവിടെ ഇരിക്കാൻ, കാപ്പി കുടിക്കാനുള്ള സ്ഥലം കിട്ടി. അടിപൊളി വ്യൂവും കണ്ട്. എയർപോർട്ടിൽ തിരക്കുണ്ടായിരുന്നു, അതാരും കുഴപ്പമുണ്ടായില്ല. ഞാൻ അമൃതയിൽ പഠിക്കുകയാണ്, കൊച്ചി അമൃതയിൽ. 5th ഇയർ കഴിഞ്ഞു. ഇനി ഇൻറ്റേൺഷിപ്പാണ്. അതുകൊണ്ടാണ് വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നത്. സങ്കടമുണ്ട് നല്ലോണം. പാരൻസൊക്കെ ഇവിടെ ആണല്ലോ. ബട്ട് സ്റ്റഡി ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണെന്ന്. പക്ഷേ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഞാൻ നെറ്റ് വഴി വെബ് ചെക്കിങ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ലൈനായിരുന്നു. അതൊന്ന് വേഗം നമുക്ക് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി അത്ര ലൈൻ ഉണ്ടായില്ല. എല്ലാം സ്മൂത്ത് തന്നെ ചെയ്തത്. ഇവിടെ ടെർമിനൽ 2 ആയി കാണാം. ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കാപ്പിയൊക്കെ കുടിച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കാൻ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഗേറ്റിനടുത്ത് പോയി ഇരിക്കാം. കാരണം ബോർഡിംഗ് ഒക്കെ ചെയ്യാൻ സമയം. അപ്പം എൻ്റെ ഗേറ്റ് നമ്പർ ആയിരുന്നു 49B. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ. അപ്പം ഞാൻ അവിടെയൊക്കെ പോയി. അവിടെ പോയപ്പം അവിടെ ഭയങ്കര തിരക്കായിരുന്നു, പക്ഷെ ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. അപ്പോഴാണൊരു ട്വിസ്റ്റ് വരുന്നത്. എൻ്റെ ഗേറ്റ് ചേഞ്ചായി. 49 to 42Bയിലേക്കായി. ബോർഡിങ് 12:30 ആയിരുന്നു. പക്ഷേ ഇതുവരെ ബോർഡായിട്ടില്ല. വിസ്താര ഗേറ്റ് ചേഞ്ച് ചെയ്തു. നൈസ്.
49B കിടക്കാൻ ഞാനിപ്പോൾ 49B കിടക്കുന്നത് ഞാനിപ്പോൾ 42Bയിൽ വരേണ്ട അവസ്ഥ കുറേ നടന്നു. പക്ഷെ മഴയെ കാണാൻ തോന്നുന്നുണ്ട് ഗേറ്റ് ചേഞ്ച് ചെയ്ത് ഗേറ്റ് തപ്പേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ദൂരം ഉണ്ടായിരുന്നു 49 to 42Bയിലേക്ക് പോകാൻ ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം സിസ്റ്റമാറ്റിക് ആരോസ് എല്ലാം കാരണം നമുക്ക് ഗേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ബോർഡിങ് സമയം പറഞ്ഞത് 12:30 ആയിരുന്നു. പക്ഷെ 1 മണിയായിട്ടും ബോർഡിംഗ് ഒന്നും തുടങ്ങണ്ടായില്ല. പിന്നെ പറഞ്ഞ ബോർഡിംഗ് സമയം മാറ്റി 1:40ക്കാണ് ബോർഡിംഗ് സമയം ആക്കിയിരിക്കണേ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ബോർഡിംഗ് തുടങ്ങാമെന്ന് നോക്കി. ഫൈനലി ബോർഡിംഗ് സ്റ്റാർട്ടായി. ഞാൻ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഫുള്ളി പാക്ഡ് ആയിരുന്നു. എല്ലാ സീറ്റിലും ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിൻഡോ നോക്കിയിരിക്കുകയാണ്. മഴ കാണാൻ അത്ര ക്ലിയർ അല്ല, പക്ഷെ അന്നേരം ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എപ്പോഴും. ഫ്ലൈറ്റ് മുമ്പ് വരെ പേടിയാണെങ്കിൽ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഫുൾ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ്സാണ്. 1:45 ആയിരുന്നു. ഞാൻ 2 മണി 2:30 ആയിട്ടും ഫ്ലൈറ്റ് എടുത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ സങ്കടം പിടിച്ചിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു വാഷ്റൂമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാമെന്ന്. ഫ്ലൈറ്റിൽ കുറേ വർഷം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അവിടുത്തെ വാഷ്റൂം പോയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈം. അതിന് ഭയങ്കര കുഞ്ഞ് വാഷ്റൂമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കൂടി സ്ഥലമില്ല. അങ്ങനെ ഞാനിങ്ങനെ കാത്തിരിക്കാൻ എപ്പോഴാണ് ഫ്ലൈറ്റ് എടുക്കണം. അപ്പം 1:45 കയറിയ ഞാൻ 4 മണി ആയപ്പോഴാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഒരു 1 hour 45 minutes ആ ഫ്ലൈറ്റിനകത്ത് തന്നെ നമ്മളിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടിപൊളി മഴയെ കാണാൻ വിസിബിലിറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങളുടെ ഇങ്ങനെ ഈ റൺവേയിൽ ഈ ഫ്ലൈറ്റെല്ലാം ലൈനിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എൻ്റെ പുറകെ തന്നെ 2-3 ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ടേക്ക് ഓഫൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് നമ്മളുടെ ലഞ്ച് സെർവ് ചെയ്തു. വിസ്താര ഫ്ലൈറ്റിൻ്റെ ഫുഡ് അടിപൊളിയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുലാവും രാജ്മ റൈസും ബ്രെഡ് ബട്ടറും ആൻഡ് ബ്രൗണി വിത്ത് ചോക്ലേറ്റ് സോസാണ് തന്നിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, സ്പൂണും ഫോർക്കൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഫുഡ് അടിപൊളിയായിരുന്നു. ശരിക്കും നല്ല സ്വാദുണ്ടായിരുന്നേ. എനിക്ക് തറോലി എൻജോയ് ചെയ്ത ബ്രൗണി A1 ആയിരുന്നു. അടിപൊളി. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഇത് ഞാൻ എല്ലാ ഫ്ലൈറ്റിൽ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടുണ്ട്. നമുക്ക് ട്രേ ഒക്കെ വെക്കാൻ വേണ്ടി നമുക്ക് സൗകര്യമുണ്ട്. അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഈ ഫോണൊക്കെ വെക്കാൻ വേണ്ടി സ്ഥലമുണ്ട്. ഇങ്ങനെ ഫോണൊക്കെ വെച്ച് നല്ലോണം കാണാൻ വേണ്ടിയൊക്കെ അങ്ങനെ സ്ഥലമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വേറെ ഫ്ലൈറ്റിൽ. ഞാൻ ഈ ഫ്ലൈറ്റിലാണ് ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സുഖമായിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് കാണാം. അങ്ങനെ ടർബുലൻസ് വന്നു. എനിക്ക് ടർബുലൻസ് ഭയങ്കര പേടിയാണ്. ഞാനവിടെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. അടിപൊളി ടർബുലൻസ്. ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഒന്നും കുഴപ്പമില്ലാണ്ട് കൊച്ചിങ്ങനെയെങ്കിലും എത്താൻ പ്രാർത്ഥിച്ചിരിക്കുക. അടിപൊളി വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കൊച്ചി എത്താറായപ്പോൾ ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഇന്ന് ഡാമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നല്ല ഒഴുക്കിൽ തന്നെ വെള്ളം പോകുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ടല്ലേ.
ഗായ്സ് അങ്ങനെ കൊച്ചി എത്തി. ഞാൻ ബാഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി മെട്രോ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡിപ്പാർച്ചറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അവിടെ കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ വന്ന് ബസ് നിർത്തും. നമുക്കവിടെ കയറി ആ ബസ് ഡയറക്റ്റ് ആലുവയിൽ തന്നെ കൊണ്ടിറക്കി വിടും. എല്ലാം 1.5 മണിക്കൂറാകുമ്പോൾ ഒരു ബസ് വരും. അങ്ങനെ കൊച്ചി എത്തി ഗായ്സ്. ഫൈനലി ഞാൻ വിചാരിച്ചിലെത്തുമെന്ന്. ഫ്ലൈറ്റിൽ എത്ര നേരം ഇരുന്നിട്ടും ടർബുലൻസ് ആണെന്നല്ലോ പേടിച്ചു. ബട്ട് അറ്റ് ലാസ്റ്റ് എത്തി കൊച്ചി. അപ്പോൾ മെട്രോ ബസ്സിന് വേണ്ടി കാത്തേക്കുക. ഇപ്പം ആലുവയിലെ മെട്രോ ബസ്. ഇപ്പം ആലുവയിൽ നിന്ന് മെട്രോ കയറി എടപ്പള്ളി ഇറങ്ങിയിട്ട് അവിടെ നമ്മളത്തേക്ക് പോകും. അപ്പം ഇവിടെ അത് നല്ലതാണ്. ആ ഫെസിലിറ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മെട്രോ ബസ്സിൻ്റെ ഫെസിലിറ്റി നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ആലുവയ്ക്ക് മെട്രോ ഉണ്ട്. പിന്നെ അത്ര പ്രൈസും ഇല്ല. അത് ഭയങ്കര അടിപൊളി സർവീസാണ്. ടാക്സി ഓട്ടോറിക്ഷ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബസ് തന്നെ മതി ആലുവ വരെ എത്താൻ. എനിക്കൊന്നും എല്ലാ 1.5 മണിക്കൂർ ഇടയ്ക്ക് ഒരു ബസ്സുണ്ട്. ഇപ്പോൾ 6 മണിക്കൊരു ബസ്സുണ്ട്, 6:30 ഒരു ബസ്, 10 മണി വരെ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെട്രോ ബസ് കയറി ടിക്കറ്റൊക്കെ കിട്ടി ഇരിക്കുകയാണ്. ഇനി അത് ഡയറക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കിട്ടും. ആൾക്കാർക്ക് ആലുവ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറക്കി വിടുകയൊക്കെ ചെയ്യും. ആലുവയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ആലുവ മെട്രോ സ്റ്റേഷന് ഫ്രണ്ടിൽ തന്നെ ഇറക്കി വിടും. അപ്പോൾ നമുക്കത് ഭയങ്കര കംഫർട്ടബിളാണ്. ബാഗൊക്കെ വെക്കാൻ സ്ഥലമുണ്ട് ബസ്സിൻ്റെ അകത്തും. അപ്പോൾ നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷൻ കയറി ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോ വേണ്ടി കാത്തിക്കാണ്. മെട്രോ വന്ന് മെട്രോ കയറി ഇനി നമുക്ക് എടപ്പള്ളി ഇറങ്ങണം. എടപ്പള്ളി മെട്രോ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം വീട്ടിലെത്താൻ. അപ്പം ഇന്നത്തെ ഒരു ട്രിപ്പ് ഭയങ്കര എല്ലാ ഇമോഷൻസും ഞാൻ കണ്ടു. സങ്കടം, പേടി, സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഞാൻ അനുഭവിച്ചു. കാരണം 1 hour 45 minutes ഫ്ലൈറ്റിനകത്ത് തന്നെ ഇരുന്നുണ്ടായിരുന്നു. നല്ല മഴയായി കാരണം വിസിബിലിറ്റി ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്നും ആരോഗ്യം ചെയ്യാനും പറ്റില്ല. കാരണം നമ്മളുടെ സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് എടുത്തിട്ട് നല്ല ടർബുലൻസ് ആയിരുന്നു. പക്ഷെ ബോംബെ മാത്രം മഴ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലൊന്നും എത്തിയപ്പോൾ അത്ര മഴയൊന്നും ഉണ്ടായില്ല. ബട്ട് എനിവേസ് കുഴപ്പമില്ലാണ്ട് സേഫ്ലി വീട്ടിലെത്തി. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അമ്മേനെയും പപ്പേനെയും ചെറുതായിട്ട് ഭയങ്കര മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് കുഴപ്പമില്ല, സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാമല്ലോ. ഞാൻ ഹോസ്റ്റലിലെത്തി ഗൈസ്. രാവിലെ 6 മണിക്ക് പുറപ്പെട്ട ഞാൻ വൈകുന്നേരം 6:30-7 മണിയായപ്പോൾ ഇവിടെ എത്തിയ. ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ബട്ട് കുഴപ്പമുണ്ടായത് ലേറ്റായത് 1 മണിക്കായിരുന്നു ഫ്ലൈറ്റ് എടുക്കേണ്ടത്. ബട്ട് ഡ്യൂ ടു റെയിൻ ഭയങ്കര മഴയാണ് ബോംബെ. ഇപ്പോൾ ഫ്ലൈറ്റിനകത്ത് കയറ്റി എത്തിൻ്റെയാണ്. ബട്ട് 1 hour 45 minutes തന്നെ ഫ്ലൈറ്റിനകത്ത് തന്നെ ഇരിക്കുന്നു. 4 മണിക്കാണ് ഫ്ലൈറ്റ് എടുത്തത്. അതിവിടെ ഒരു 5:30 ആയപ്പോൾ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കൊച്ചി എയർപോർട്ടിന് മെട്രോ ബസ്സുണ്ട്. ആ ഫെസിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എയർപോർട്ടിന് ഡയറക്റ്റ് ബസ്സുണ്ട്. അത് നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷന് ഫ്രണ്ട് തന്നെ ഇറക്കി വിടും. 60 rupees ഉള്ളൂ, വിച്ച് ഈസ് ക്വൈറ്റ് അഫോർഡബിൾ ആൻഡ് ഈസി ആക്സസ് ആണ്. പിന്നെ ആലുവ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവൻ്റെ മെട്രോ പിടിച്ച് എടപ്പള്ളി ഇറങ്ങിയിട്ട് അവൻ്റെ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി. അപ്പം തിരിച്ച് സിൽവാസെന്ന് കൊച്ചി എത്തി. സങ്കടമുണ്ട്, പക്ഷേ എന്ത് ചെയ്യണം, വേറെ വഴിയില്ല. കുഴപ്പമില്ല. ഇവിടെ മഴയൊന്നും ഉണ്ടായില്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബോംബെയിൽ അടിപൊളി മഴയായിരുന്നു. അപ്പം ടേക്ക് കെയർ ഗൈസ്. അടുത്ത വീഡിയോ വേഗം വരാൻ പ്രതീക്ഷിക്കാം. until then take care guys. Bye. Like, share and subscribe. Bye.